2:40 ഉള്ളിൽ പെട്ടെന്നുള്ള ചൂടുകൊണ്ടായിരിക്കണം ഈ ഞാൻ നിൽക്കുന്നിടത്ത് തിരി കെട്ടിയിട്ടുണ്ടാവും. ചൂടേ, കാരണം ഞാൻ തിരി എടുത്തിടുക, ഇങ്ങനെ ഒരു ട്രിപ്പ് മറിച്ചിട്ട് കഴിഞ്ഞാൽ തിരി പെട്ടെന്ന് ഉണങ്ങും. അപ്പോഴാണ് പെട്ടെന്ന് ഒരു 5 മീറ്റർ അകലെ എന്നൊരടി എൻ്റെ നോക്കി ഞാൻ മറിയുമ്പോഴേക്കും ഞാൻ ഇട്ട തിരിയൊക്കെ തട്ടി. പിന്നെ എനിക്ക് മനസ്സിലായി ചലിച്ചു. ഞാൻ ഓടുമ്പോഴേക്കും ഈ ഇവിടെ നർവ് ഷെഡ് പൊട്ടി. അപ്പോഴേക്കും ഇവിടെ പൊട്ടി ഈ നർവ് ഷെഡ്. അങ്ങനെ 2 കണ്ടും മറിയുമ്പോഴേക്കും സ്റ്റോറും പൊട്ടി. പിന്നെ ഞാൻ നിന്നില്ല, ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാൻ തിരിച്ച് പെണ്ണുങ്ങളുടെ അടുത്തേക്ക് വന്നേ എടുത്തു ഓടി. നമസ്തേ. തൃശ്ശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ 13 മരണം. മരണസംഖ്യ ഉയർന്നേക്കും. പരിക്കേറ്റ 12 പേർ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരിൽ പലരുടെയും നില അതീവ ഗുരുതരമാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരുക്കത്തിനിടെയാണ് ഉഗ്രസ്ഫോടനങ്ങൾ ഉണ്ടായത്. 2.5 ഏക്കർ നീണ്ടുകിടക്കുന്ന പാടത്ത് 5 വെടിക്കെട്ട് പുരകളാണ് ഉണ്ടായിരുന്നത്. തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ വെടിക്കെട്ട് പുരയിലായിരുന്നു സ്ഫോടനം. ഉഗ്രസ്ഫോടനങ്ങളുടെ വ്യാപ്തി വ്യക്തമായിട്ടില്ല. ഉച്ചതിരിഞ്ഞ് 3:30-ക്കായിരുന്നു ആദ്യ പൊട്ടിത്തെറി. കുഴിമിന്നലും അമിട്ടുമാണ് പൊട്ടിത്തെറിച്ചത്. ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു മൃതശരീരങ്ങൾ. ഒറ്റപ്പെട്ട പാടത്തായതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു. തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് കെങ്കേമമാക്കാൻ ഒരുക്കങ്ങളിൽ മുഴുകിയ തൊഴിലാളികളാണ് ദുരന്തത്തിന് ഇരയായത്. നമുക്ക് ചർച്ച ചെയ്യാം. ദുരന്തം ക്ഷണിച്ചു വരുത്തിയതോ? മുൻ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ടി പി സെൻകുമാർ, അഭിഭാഷകരായ അഡ്വക്കേറ്റ് കെ പ്രമോദ്, അഡ്വക്കേറ്റ് പി പ്രമോദ്, സാമൂഹ്യ നിരീക്ഷകൻ എം കെ ഹരിദാസ്, രസതന്ത്ര അധ്യാപകൻ ഡോക്ടർ അബി പോൾ എന്നിവ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളുടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഡോക്ടർ ടി പി സെൻകുമാർ, മുമ്പെങ്ങും ഇല്ലാത്ത അസഹനീയമായ ചൂട് ഒരു കാരണമാകാം. സ്ഫോടക വസ്തുക്കളും വെടിക്കോപ്പുകളും അശ്രദ്ധവും അലക്ഷ്യവുമായി കൈകാര്യം ചെയ്തതായിരിക്കാം മറ്റൊരു കാരണം. പൊട്ടാസ്യം പെർക്ലോറേറ്റാണ് വില്ലൻ എന്ന് പറയുന്നവരുണ്ട്. തൃശ്ശൂർ വെടിക്കെട്ട് അപകടത്തിന് ഇടയാക്കിയതിൽ ഇതുമൊരു കാരണമാണോ? കാരണം ഉഗ്രസ്ഫോടനത്തിന് വഴിവെക്കുന്ന ചെലവ് കുറഞ്ഞ രാസവസ്തു ഉപയോഗിച്ചോ എന്നൊരു സംശയം അവശേഷിക്കുന്നുണ്ട്. സംശയങ്ങളും നിഗമനങ്ങളും ഏറെയാണ്. മറ്റൊരു കാര്യം അറിയേണ്ടത്, ഇതൊക്കെ നിയമപരമായിട്ടാണോ നടത്തുന്നത്? എന്താണ് താങ്കളുടെ നിരീക്ഷണം? ഓക്കെ, ഡോക്ടർ അബി, ഞാൻ നേരത്തെ പൊട്ടാസ്യം പെർക്ലോറേറ്റിൻ്റെ ഒരു പരാമർശം നടത്തി. 1-2 പേർ വിളിച്ചു പറഞ്ഞതാണ്. അതായത് ഇതാവാം വില്ലൻ എന്ന് പറഞ്ഞു. കാരണം ഉഗ്രസ്ഫോടനത്തിന് വഴിവെക്കുന്ന ചെലവ് കുറഞ്ഞ രാസവസ്തുവാണിത്. അപ്പോൾ അത് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? പുറ്റിങ്ങൽ അങ്ങനെയാണെന്നൊക്കെ എന്നെ വിളിച്ച ഒരു വ്യക്തി പറഞ്ഞു. എന്തായാലും എനിക്ക് ഒരു എക്സ്പേർട്ട് എന്ന നിലയിൽ, രസതന്ത്ര അധ്യാപകൻ എന്ന നിലയിൽ ഒരുപക്ഷെ താങ്കൾക്ക് ഇതിനെക്കുറിച്ച് വിശദമായി പറയാൻ സാധിക്കും. എന്തായിരിക്കാം ഈ സ്ഫോടനത്തിലേക്ക് നയിച്ചത്? ഡോക്ടർ അബി പോൾ. വളരെ അലക്ഷ്യമായിട്ട് അവര് കൈകാര്യം ചെയ്തുകൊണ്ടായിരിക്കണം അത് അപകടം ഉണ്ടായെന്നാണ് എൻ്റെ ഒരു ചെറിയൊരു നിഗമനം എനിക്ക് തോന്നിയത്. എന്താ കാരണം എന്ന് വെച്ചാൽ പുറത്ത് ഭയങ്കര ചൂടാണ്. ഈ ഗൺ പൗഡർ എന്ന് പറയുന്നത് പറയുകയാണെങ്കിൽ അതൊരു പൊട്ടാസ്യം നൈട്രേറ്റ് ഒരു 75%, അതുമാതിരി ചാർക്കോൾ ഒരു 15%, സൾഫർ ഒരു 10%. ഇത്രയും കാര്യങ്ങൾ കൂടിയതാണ് ഈ ഗൺ പൗഡർ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മള് ഒരു ചൂട് ഒരു 100 ഡിഗ്രി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് പെട്ടെന്ന് എവിടെന്നെങ്കിലും സ്പാർക്ക് വന്ന് ഒരു 100 ഡിഗ്രി ആയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അത് എക്സ്പ്ലോഡ് ചെയ്യും. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എവിടെയോ ഒരു സ്പാർക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പുറത്ത് ഭയങ്കര ചൂടിങ്ങനെ നിൽക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടെ ഈ സ്പാർക്കും എവിടെന്നെങ്കിലും വന്നിട്ട് ഉണ്ടായ ഒരു അലക്ഷ്യമായ ഒരു ഹാൻഡ്ലിംഗ് ആയിരിക്കണം അവിടെ ഉണ്ടായ അപകടം എന്ന് എന്റെ ഒരു നിഗമനം അതാണ്. പ്രത്യേകിച്ച് അവര് എല്ലാം സെക്യൂരിറ്റി മെഷേഴ്സ് എടുക്കും. പൂരത്തിനാകുമ്പോ കുറച്ചധികം കാര്യങ്ങൾ അവര് നോക്കി ഭംഗിയായിട്ടാണ് അത് ചെയ്യാറ്. പക്ഷെ അത് എവിടെയോ ഒരു അലംഭാവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പെർക്ലോറേറ്റിന്റെ കാര്യം അതിൽ പറഞ്ഞു. പൊട്ടാസ്യം പെർക്ലോറേറ്റ് ആണ്, KClO4 ഞങ്ങൾ കെമിസ്ട്രിക്കാര് പറയുന്നത്.
അതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ സൗണ്ട് കൂടും, ഭയങ്കരമായിട്ട് സൗണ്ട് കൂടും, ഭയങ്കര വെളിച്ചം ഉണ്ടാവും. അപ്പൊ അതൊക്കെ ആഡ് ചെയ്യുന്നതിന്റെ ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഉണ്ട്. അത് ഇല്ലീഗൽ അല്ല, അതിന്റെ ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി നമുക്ക് ഉപയോഗിക്കാം. അതിൽ കൂടുതലായാൽ അത് പ്രശ്നമാണ്. അതാണ് ഇപ്പൊ അവിടെ ഒരു പാനലിസ്റ്റ് പറഞ്ഞത്, ബംഗലക്കി എന്ന് പറഞ്ഞു, ഭയങ്കര ഹെവി സൗണ്ടാണ്, ഭയങ്കര വെളിച്ചവും ഭയങ്കര സൗണ്ടാണ്. അപ്പൊ അത് ആ എമൗണ്ട് കൂട്ടുമ്പോ അതിന്റെ തീഷ്ണത കൂടും. അതായത് ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞ ഭയങ്കര വലിയ ഗുണ്ടാണ്, ഗുണ്ട് പൊട്ടിക്കാന്ന് പറയാം. ഭയങ്കര അത് പൊട്ടുമ്പോ നമ്മുടെ വീട്ടിലൊക്കെ, ഇപ്പൊ ഞങ്ങളുടെ എന്റെ വീടൊക്കെ 3-4 കിലോമീറ്റർ അകലെയാണെങ്കിലും ഞങ്ങളുടെ ജനലൊക്കെ കിടന്ന് ഇളകും ഈ പരിപാടി നടക്കും. അത്രയും ഹെവിയാണ് ആ സൗണ്ട്. ഇപ്പൊ അത്ര സൗണ്ട് ഒന്നുമില്ല, കുറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ഇല്ലീഗലായിട്ടുള്ള കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ ഉണ്ടാവാം എന്നെനിക്ക് തോന്നുന്നു. പക്ഷെ എന്നിരുന്നാലും എല്ലാ മെഷേഴ്സും ഒക്കെ അവർ എടുക്കാറുണ്ട്. ഇതിപ്പോ എന്ത് പറ്റി, എനിക്ക് തോന്നുന്നത് മെയിൻ വില്ലൻ ചൂട് തന്നെയാണ്, ഹെവി ഹീറ്റ് ആണ് അതിൽ വന്ന ഒരു പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നത്, എന്റെ ഒരു നിഗമനം. ചിലൊരു അലക്ഷ്യമായ ഒരു ഹാൻഡ്ലിംഗ് ഉണ്ടായിണ്ടാവാം, അതും അതിന്റെ അപകടത്തിലേക്ക് വഴിവെച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഞാൻ മറ്റ് അതിഥികളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ഡോക്ടർ അബി, ഒരുപക്ഷെ നോക്കൂ, ജനൻ ടി വി തൃശ്ശൂർ പൂരം വെടിക്കെട്ടിനെതിരാണ് അല്ലെങ്കിൽ ഞാനെതിരാണ് എന്ന രീതിയിലൊക്കെ നാളെ കോലാഹലങ്ങൾ ഉണ്ടായേക്കാം. അപ്പം നോക്കൂ, ഈ വെടിക്കെട്ട് നടക്കട്ടെ, പക്ഷേ ഈ ദുരന്തങ്ങൾ, ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ, പതിയിരിക്കുന്ന ദുരന്തങ്ങൾ, അപകടം ഒഴിവാക്കിക്കൊണ്ട് ഏത് തരത്തിൽ റെഗുലേറ്റ് ചെയ്തുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഈ വെടിക്കെട്ടേ മതിയാവും, ഈ ഉഗ്ര സ്ഫോടന ശബ്ദത്തോടു കൂടിയാവണം വെടിക്കെട്ട് എന്നൊക്കെ വാശി പിടിക്കുന്നവർ ഉണ്ടല്ലോ, അവർ കേൾക്കാൻ വേണ്ടി ഇത് ഏത് രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും? ഇതിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ, അതിൻ്റെ ക്വാണ്ടിറ്റി, ഇതൊക്കെ കുറച്ചുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ? അതോ സെൻകുമാർ സാർ പറഞ്ഞതുപോലെ നമുക്കിത് ഈ കണ്ടാസ്വദിക്കാം, ശബ്ദം വേണ്ട, ഇതിൻ്റെ ഈ മനോഹാരിതയുണ്ടല്ലോ, വർണ്ണാഭമായിട്ടൊക്കെ നടക്കട്ടെ, അത് ആസ്വദിച്ചാൽ പോരെ? എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു ചർച്ച തുടങ്ങേണ്ട സമയം അതിക്രമിച്ചില്ലേ ഡോക്ടർ അബി? ഒരു തൃശ്ശൂർക്കാരൻ എന്നുള്ള നിലയ്ക്ക് പൂരത്തിന്റെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടൊരു പാർട്ടാണ് വെടിക്കെട്ട്. ആ വെടിക്കെട്ട് എന്ന് പറയുന്നത് പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഭയങ്കര വലിയ ഇന്റൻസിറ്റിയാണ്. എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാനിപ്പോ ഈ കൂട്ടപ്പൊരിച്ചിലിന്റെ കാര്യമൊക്കെ ഒരു പലരും പറഞ്ഞു കേട്ടു. പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്താണ്, വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. CMSന്റെ അടുത്താണ്, അതിന്റെ മുമ്പിലാണ് തിരുവമ്പാടിയുടെ കൂട്ടപ്പൊരിച്ചിൽ അവസാനിക്കുക. അതേമാതിരി പ്രൈഡിന്റെ മുമ്പിലാണ്, അതായത് പാറമക്കാവിന്റെ കൂട്ടപ്പൊരിച്ചിൽ അവസാനിക്കുക. അപ്പൊ അവിടെയൊക്കെ നിന്നുകൊണ്ട് ഈ വെടിക്കെട്ട് ഏതാണ്ട് ഒരു 100 മീറ്റർ അല്ലെങ്കിൽ ഒരു 10-20 മീറ്ററിലൊക്കെ നിന്ന് വെടിക്കെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് ആ വെടിക്കെട്ടിന്റെ കൂട്ടപ്പൊരിച്ചിൽ എന്ന് പറയുന്നത്, അത് വരുമ്പോ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ തള്ളി പോകും. ഭയങ്കര പവറാണ് അതിന്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, അതിൻ്റെ പൊട്ടാസ്യം പെർക്ലോറേറ്റ് ഒക്കെ കണ്ടമാനം ആഡ് ചെയ്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പോ ആ സൗണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് എന്നൊക്കെ പറഞ്ഞു, പണ്ടൊക്കെ എന്റെ വീട് വടൂക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടേക്കൊക്കെ വെടിക്കെട്ട് നടക്കുമ്പോ അവിടെ നിന്ന് ഒരു 3.5 കിലോമീറ്റർ ഉണ്ട് എന്റെ വീട്ടിലേക്ക്. അവിടെ വെടിക്കെട്ട് നടക്കുമ്പോ എന്റെ ജനലൊക്കെ ഇടുന്ന ഇളകും, ഭയങ്കര ഇളകും. ഇപ്പൊ വെടിക്കെട്ട് അറിയുന്നില്ല, തീരെ സൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ കുറഞ്ഞിട്ടായാലും കൂടി ഈ അപകടത്തിന്റെ വ്യാപ്തിക്ക് ഒരു കുറവില്ല. ഇപ്പൊ ഈ ചൂട് ഇങ്ങനെ നിൽക്കുമ്പോ തന്നെ നമുക്ക് തന്നെ അറിയാം, ഒരു കെമിസ്ട്രിക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാനവിടെ സ്കൂളിലൊക്കെ പറയുന്നുണ്ട്, ഇത് ഇങ്ങനെ ചൂട്ടതൊക്കെ ഈ ആനയും അതേമാതിരി വെടിക്കെട്ടുന്നത് എങ്ങനെ ഇത് മുന്നോട്ട് പോകുന്ന എനിക്ക് മനസ്സിലാവില്ല. കാരണം ഈ എന്റെ ഒരു നിഗമനം എന്ന് പറയുന്നത്, എന്റെ ഒരു ഒപ്പീനിയൻ ആണ്. ഇപ്പൊ അവിടെ ഉണ്ടായിട്ടുള്ള അപകടത്തിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ടൂ മച്ച് എക്സ്പോഷർ ആണ്. കണ്ടമാനം ആൾക്കാർ ഈ വെടിക്കെട്ട് ഈ ഒരുക്കുന്ന സ്ഥലത്തേക്ക് ഒരാള് ചെരുപ്പിട്ട് വരാൻ പാടില്ല, ചെരുപ്പ് പോലും ഇടാൻ പാടില്ല. ഈ ചെരുപ്പിന്റെ റബ്ബിങ് വരെ ഉണ്ടായാൽ വരെ സ്പാർക്ക് ഉണ്ടാവും, അത് വരെ തീ ഉണ്ടാവും. എന്തോരം ആൾക്കാർ പോയിട്ട് അവിടെ പോയിട്ട് ചാനലുകാർ പോയിട്ട് അവിടെ വീഡിയോ എടുത്തിട്ടും കാര്യങ്ങളും തന്നെ, അവര് ഷൂസ് ഇട്ടിട്ടല്ലേ ഈ പോണത്, ചെരുപ്പൊക്കെ ഊരിട്ടിട്ട് അവർ പോവോ? ഒരിക്കലും പോകുന്നു എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ടൂ മച്ച് എക്സ്പോഷർ ആണ് ഈ അപകടത്തിലേക്ക് എത്തിച്ചത്. അല്ല, ആ ഏരിയയിൽ ആ പ്രദേശത്തെ പോലീസ് കാവൽ ഏർപ്പെടുത്തേണ്ടതല്ലേ അല്ലേ? അതൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അവിടെ ഒരു ഏരിയയിൽ എനിക്ക് തോന്നുന്നു ചെരുപ്പ് പോലും ഇടാൻ പാടില്ല എന്നാണ് അതിന്റെ സയൻസിൽ പറയുന്നത്. അത്രയും റബ്ബിങ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ അവിടെ കൂൾ ഏരിയ ഇരിക്കണം, വെള്ളം അടിച്ച് അതിങ്ങനെ തണുപ്പിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ അവിടേക്ക് എന്താ നടക്കണേ?
അവിടെ ചാനലുകാർ പോകുന്നു. എനിക്ക് റീൽസ് എടുത്തോന്നൊരു സംശയമുണ്ട് അവിടെ പോയിട്ട്. മാനുഫാക്ചറിങ് സൈറ്റില് പോലീസ് കാവല് വേണമെന്ന് ലൈസൻസിങ് നിബന്ധനകളിൽ ഇല്ല. അങ്ങനെ ഒരു കണ്ടീഷൻ തന്നെ ഇല്ല. മാനുഫാക്ചറിങ് ചെയ്യുന്നത് ഷെഡ്യൂൾ 4-ലാണ് ഇതിന്റെ ലൈസൻസിങ് കൊടുക്കുന്നത്. അത് മാനുഫാക്ചർ ചെയ്ത് ചിലത് സൈറ്റിൽ വെച്ച് തന്നെ മാനുഫാക്ചറിങ്. അപ്പൊ അതിന് ഒരു ക്ലാസ് ഉണ്ട് എക്സ്പ്ലോസീവ് ആക്ടില്. ഇത് ആ ആക്ടില് പറയുന്ന രീതിയിലുള്ള ഗൈഡ് ലൈൻസ് ആണെങ്കിൽ തൃശ്ശൂർ പൂരം വെടിക്കെട്ട് സാധ്യമല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ആൻഷ്യൻ മോണുമെന്റ്. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ താജ്മഹൽ സന്ദർശിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് താജ്മഹൽ സന്ദർശിക്കുമെന്ന് ന്യൂസ് ഡൽഹിയിൽ വെച്ച് വായിച്ചു. അത് താജ്മഹലിൽ പോയ സമയത്ത് അതിന് ശേഷമാണ് നമ്മൾ താജ്മഹൽ അദ്ദേഹം ഷെഡ്യൂൾ ചെയ്തിരുന്ന സമയത്താണ് വരുന്നു പറഞ്ഞത്. പക്ഷെ അവിടെ വരാതിരുന്നതിന് കാരണം അമേരിക്കൻ പ്രസിഡന്റിന്റെ കവചിത വാഹനങ്ങൾ പെട്രോൾ പ്രൊപ്പൽഡാണ്. അത് അവിടുത്തെ താജ്മഹലിന്റെ റൂൾസ്, ഏൻഷ്യൻ മോണുമെന്റ്സിന്റെ പ്രൊട്ടക്ഷൻ അനുസരിച്ചുള്ള റൂൾസ് അനുസരിച്ച് അവിടെ ബാറ്ററി പ്രൊപ്പൽഡ് വെഹിക്കിൾ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ആലോചിച്ച് നോക്കണം, ഒരു ഏൻഷ്യൻ മോണുമെന്റ് ആയിട്ടുള്ള വടക്കുനാഥൻ, തെക്കൻ കൈലാസം അതാ കൈലാസനാഥൻ കോടിക്കണക്കിന് ഉറപ്പിക്കുകയാണ് വിശ്വാസത്തിന്റെ പേരിൽ ക്ഷേത്രങ്ങള്, പൗരാണിക സ്മാരകങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഓരോ വർഷവും വെടിക്കെട്ട് കഴിയുമ്പോൾ ക്ഷേത്ര ഗോപുരങ്ങളിലെ ഇന്റൻസിറ്റി അളക്കാൻ നിങ്ങൾ ഡെസിബൽ ലെവൽ മീറ്ററുമായിട്ട് പോകേണ്ട ഒരു സ്ഥലത്തും, മറിച്ച് നിങ്ങൾ ആ ഗോപുരങ്ങളും ക്ഷേത്രത്തിനകത്ത് ഓടുമേഞ്ഞ സ്ഥലങ്ങളും മാത്രം പരിശോധിച്ചാൽ മതി. ഇന്റൻസിറ്റി അളക്കുന്നതിന് ശാസ്ത്രീയമായ മാർഗങ്ങളുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. ഞാൻ ഇത്ര വികാരപരമായിട്ട് പറയുകയല്ല അതില്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. ഇത്രയും ഭീകരമായിട്ടുള്ള സ്ഫോടനം നടക്കുമ്പോൾ ഏത് എക്യുപ്മെന്റ് ആണ് അതിന്റെ മുന്നിൽ കൊണ്ടുവയ്ക്കാൻ പറ്റുക? അതിനെ സൂപ്പർവൈസ് ചെയ്യേണ്ട ADM. കാരണം ഇത്രമാത്രം ജനങ്ങളെ, MP-യും MLA-മാരും ഡിസ്ട്രിക്ട് ജുഡീഷ്യറിയിലെ മുഴുവൻ ജുഡീഷ്യൽ ഓഫീസേഴ്സും പല പല ഫ്ലാറ്റുകളിൽ ഇരുന്ന് വീക്ഷിക്കുന്നതിന് അതീവ സുരക്ഷിതത്വം ഒരുക്കേണ്ടതിന്റെ ചുമതല ജില്ലാ ഭരണകൂടത്തിനാണ്. ആ ജില്ലാ ഭരണകൂടം, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഉൾപ്പെടെ ഇത് പരിശോധിക്കുമ്പോൾ, നേരത്തെ ബഹുമാനപ്പെട്ട മുൻ DGP പറയുകയുണ്ടായി, അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ട കാര്യം, ഒരു ജീവനിൽ കൊതിയുള്ള ഒരു ഉദ്യോഗസ്ഥനും അതിനെ ശാസ്ത്രീയമായി ആ സമയത്ത് അതിന്റെ ഡെസിബൽ അളക്കാൻ ആ സൈറ്റിൽ ചെല്ലാൻ സാധിക്കില്ല. പിന്നെ ഇതിന് മൂവിങ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ഉണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ഉണ്ട്, ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് ഇതാവാൻ പറ്റില്ല. അതുപോലും ഡാമേജ് ആയി പോവും ഇതിന്റെ അളക്കേണ്ട ഡിസ്റ്റൻസിൽ വെച്ചുകൊണ്ട് അത് പരിശോധിക്കുമ്പോൾ. നമുക്ക് യാതൊരു മാറ്റങ്ങൾക്ക് വിധേയമാണ് എല്ലാം. മാറിയേ പറ്റൂ. മാറേണ്ടത് എങ്ങനെ? സുപ്രീം കോടതി 2005-ലെ ജഡ്ജ്മെന്റിൽ ഒരു ജനതയ്ക്ക് വേണ്ടിയാണ് ആ ജഡ്ജ്മെന്റ് പറഞ്ഞത്. ഇന്ത്യക്ക് മുഴുവനാണ്, കേരളത്തിന് വേണ്ടി മാത്രമല്ല ആ ജഡ്ജ്മെന്റ് പറഞ്ഞിട്ടില്ല. ആ ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത് ക്രമേണ കളർ എമിറ്റിംഗിലേക്ക് മാറണം, സൗണ്ട് എമിറ്റിംഗിൽ നിന്ന്. സൗണ്ട് അതും അതിന് മാനദണ്ഡങ്ങൾ അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പ്ലോസീവ്സിനാണ് വിട്ടുകൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ കോമ്പിനേഷൻ എങ്ങനെയൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് സൗണ്ട് ഉണ്ടാവുന്നതിനെ കുറിച്ച് പരിശോധിക്കാനും. പക്ഷേ സൗണ്ടിനും ലിമിറ്റ് ഉണ്ട്. പക്ഷെ 100 മീറ്റർ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഗണപതിയെ വന്ദിച്ചിട്ട് വേണം വടക്കുനാഥനെ വന്ദിക്കാൻ, സുബ്രഹ്മണ്യനെ വന്ദിച്ചിട്ട് വേണം വടക്കുനാഥനെ വന്ദിക്കാൻ. നടുവിലാൽ ഗണപതി ക്ഷേത്രം 100 മീറ്റർ ഒന്നുമില്ല. മണികണ്ഠനാൽ ഞാൻ നിത്യം അമ്പലത്തിൽ പോകുന്ന ഒരാളാണ്. ആ ശിവക്ഷേത്രമായിട്ട് അത്രമാത്രം അടുത്ത് ബന്ധമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. നിരവധി വർഷം ഒരു ക്ഷേത്രത്തിന്റെ കമ്മിറ്റി ഭാരമായിട്ട് ഇരുന്നിട്ടുള്ള ആളാണ്. പക്ഷെ ഇതൊന്നും ഈ ക്ഷേത്രമായിട്ടല്ല, ആ കളർ എമിറ്റിംഗ്. അപ്പോൾ പിന്നെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ റൗണ്ടിലേക്ക് ജനങ്ങൾക്ക് ഇരച്ചു വരേണ്ട ആവശ്യമില്ല, എവിടെ നിന്നാലും കാണാം. പിന്നെ ഒരു എക്സ്പ്ലോസീവ്സ് ഉപയോഗിക്കുമ്പോഴുള്ള ഒരു ഇതെന്ത്, ഇത്ര മീറ്റർ മാറി ജനം നിൽക്കണമെന്ന് പറയുന്നത്, അത് വെർട്ടിക്കലായിട്ട് പോകുന്നത് തിരിഞ്ഞ് ഹൊറിസോണ്ടലായിട്ട് വന്നാൽ അതിന്റെ എക്സ്പ്ലോഷൻ റേഞ്ചിൽ അപ്പുറത്താണ് ജനങ്ങളെ നിർത്താൻ പറ്റുള്ളൂ. അതിനും ഇവിടെ പറ്റില്ല, ഇത് നിന്ന് വീക്ഷിക്കണം. അപ്പൊ ഇതൊക്കെ കൂടി എങ്ങനെ പാലിക്കും? തൃശ്ശൂർ പൂരത്തില് സൗണ്ട് എമിറ്റിംഗ് വെടിക്കെട്ടിന്, അതായത് ശബ്ദസ്ഫോടനം ഉണ്ടാകുന്ന വെടിക്കെട്ടിനെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥന്മാർക്ക്, ഞാൻ പറയുകയാണെങ്കിൽ ജുഡീഷ്യറിയെ മാറ്റി നിർത്തും നിങ്ങൾ, ഉദ്യോഗസ്ഥന്മാർക്ക് നിയമപ്രകാരം വെടിക്കെട്ട് ലൈസൻസ് കൊടുക്കാൻ പറ്റുമോ? അതിൽ അനുവദനീയമായിട്ടുള്ള രീതിയിൽ പോകാൻ സാധിക്കുമോ? പിന്നെ മറിച്ച് റിവേഴ്സ് ലയബിലിറ്റി, ബഹുമാനപ്പെട്ട മുൻ DGP സാർ പറഞ്ഞ പോലെ റിവേഴ്സ് ലയബിലിറ്റി, ഇതിന് ആർക്കു വേണ്ടിയാണോ ഇത് നിർമ്മിക്കുന്നത്, ആരാണോ ഇത് ഉപയോഗിക്കുന്നത്, അവർ നഷ്ടപരിഹാരത്തിന് തയ്യാറാവണം. ഞാൻ ഒരിക്കൽ കൂടി മിസ്റ്റർ അനിൽ നമ്പ്യാരോട് പറയുന്നത്, ഒരു വിദഗ്ധനായിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആണ് അങ്ങ്.
ഈ ജനം ടി വി തന്നെ ഇതിനുള്ള ഒരു കോമ്പൻസേഷന് വേണ്ടി ഇനീഷ്യേഷൻ തുടങ്ങണം. ദേവസ്വങ്ങൾ സ്വമേധയാ തുടങ്ങില്ല. ഇത് അവസാനം ഒരു സൂട്ടായിട്ടോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം ആയിട്ട് മാറുള്ളൂ. ജനം ടി വി ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരന്റെ ഒരു ആനന്ദിന്റെ ഒരു ആൾക്കൂട്ടം എന്നുള്ള നോവലിൽ ഒരു വാചകം പറയുന്നുണ്ട്. ഒരു യാചകനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ദിവസത്തെ മനുഷ്യത്വത്തിന്റെ അളവ് അവന്റെ പിച്ചിച്ചട്ടിയിൽ വന്നു വീണ നാണയങ്ങളുടെ മൊത്തം മൂല്യമാണ്. അതുപോലെ ഈ പറഞ്ഞവർക്ക് നഷ്ടപരിഹാരം കിട്ടാണ്ടാണ് ഇനി ആദ്യമായിട്ടുള്ള ആവശ്യം. അവരുടെ കുടുംബങ്ങൾക്ക്, അനാഥരാക്കപ്പെട്ട കൊച്ചുമക്കൾക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും നഷ്ടപരിഹാരം കിട്ടണം. അതിന് ജനം ടി വി നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ ദേവസ്വങ്ങൾ വഴി എത്ര കോമ്പൻസേഷൻ ഇവിടെ ഉയർന്നു വരുമെന്നുള്ളതാണ് ഇനി കാണേണ്ടത്. ഇതാണ് ഈ അവസരത്തിൽ കൂടുതൽ വ്യക്തമാക്കാനുള്ളത്. ഓക്കെ, ഡോക്ടർ അബി, താങ്കൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പൊ ഈ വെടിക്കെട്ട് നമുക്ക് ശരിക്കും കളർഫുൾ ആയിട്ട് മാറ്റണം എന്നുള്ളതാണ് നമ്മളൊക്കെ സയൻസിനെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഒരു ഇത്. കാരണം കണ്ടമാന കളറുകൾ നിങ്ങൾക്ക് ഈ കെമിക്കൽ കോമ്പൗണ്ട്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോ സ്ട്രോൺഷി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് ഉണ്ടാക്കാം. പിന്നെ നിങ്ങളത് കമ്പൈൻ ചെയ്ത് സ്ട്രോൺഷിയും അതേപോലെ കോപ്പറും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർപ്പിൾ ഉണ്ടാക്കാം. ഒരുപാട് കളറുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഈ ചൈന സെൻകുമാർ സാറ് പറഞ്ഞ 500 കൊല്ലം മുമ്പാണ് വെടിക്കെട്ടുണ്ടായിരുന്നത്. 500 കൊല്ലം മുമ്പല്ല സാർ, 2000 കൊല്ലം മുമ്പാണ് അതിന്റെ ചരിത്രം. ലീ ടിയാൻ എന്ന് പറയുന്ന ഒരു ചൈനീസ് മോങ്കാണ് ആദ്യം ചൈനക്കാരാണ് കണ്ടുപിടിക്കുന്നത്. അത് അറബികൾ വഴിക്ക് നമ്മുടെ മുഗളന്മാര്. അല്ല, വേറൊരു വാദം എപ്പോഴും ഉയരാറുണ്ട്. അതായത് ഈ വെടിക്കെട്ട് കഴിയുമ്പോഴേക്ക് ആ പരിസരം അന്തരീക്ഷമൊക്കെ ശുദ്ധീകരിക്കപ്പെടുമെന്ന് പറയുന്നവരുണ്ട്, അന്തരീക്ഷം മലിനീകരിക്കപ്പെടും എന്ന് പറയുന്നവരുണ്ട്. എന്താണ് രസതന്ത്രം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ അതിൻ്റെ ഒരു സത്യാവസ്ഥ കൂടി അറിയേണ്ടതുണ്ട്. കാരണം എപ്പോഴും വെടിക്കെട്ടിനെതിരെ ആക്ഷേപം ഉയർന്നു വരുമ്പോൾ പിന്നെ വെടിക്കെട്ടിനെ അനുകൂലിക്കുന്നവർ പറയുന്നതാണ് വെടിക്കെട്ട് നടന്നു കഴിഞ്ഞാൽ ആ ഏരിയ മൊത്തം ശുദ്ധീകരിക്കപ്പെടുന്നതാണ്. അതൊരു നോൺസെൻസ് ആണ്. അതൊരിക്കലും നമ്മുടെ ഈ മറ്റേ അമേരിക്കൻ പ്രസിഡന്റ് താജ്മഹലിലേക്ക് വരുമ്പോ അവിടെ എമിറ്റ് ചെയ്യുന്നതിലുള്ള സൾഫർ ഡയോക്സൈഡൊക്കെ നിലവില്ല. അതായത് സൾഫർ ഡയോക്സൈഡ് എമിഷനുള്ള ഒരു വെഹിക്കിൾസും അങ്ങോട്ട് വരാൻ പാടില്ല. അതിന്റെ ഒരു നിയമമാണ്. അപ്പൊ ഒരിക്കലും അത് പ്യൂരിഫൈ ചെയ്യില്ല. അബ്സല്യൂട്ട്ലി അത് കണ്ടാമിനേറ്റ് ചെയ്യുന്നേ ചെയ്യുള്ളൂ. പക്ഷേ ഈ കണ്ടാമിനേഷൻ പറഞ്ഞ ഈ കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്ത് കുറച്ചുകൂടി കളർഫുൾ ആയിട്ടൊക്കെ ചെയ്ത ഇപ്പൊ ദുബായിലെ വെടിക്കെട്ട് എന്ത് രസകരമായിട്ട് ആൾക്കാർ വന്നിട്ട് കാണുന്നു. ഇത്രയും വലിയ ഈ ബുർജ് ഖലീഫയുടെ മുകളില് ഈ വെടിമരുന്നിനുള്ളിൽ കുറച്ച് കെമിക്കൽസ് കിട്ട് അവിടെ പൊട്ടിച്ച് എന്ത് രസമാണ് കാണാൻ വേണ്ടിട്ട്. അപ്പൊ അതും തൃശ്ശൂർ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം. ഒരിക്കലും വെടിക്കെട്ട് നിർത്താൻ തൃശ്ശൂർക്കാർ പറയില്ല. അത് കാരണം തൃശ്ശൂർക്കാരുടെ അഭിമാനമാണ് വെടിക്കെട്ട് എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനത്തെ ഓരോ അപകടങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സ് തകരണം. ഇപ്പൊ ഓരോ വട്ടവും ഇങ്ങനെ ഓരോ അപകടം ഇങ്ങനെയൊരു മാറ്റമാവാം അല്ലേ? ഇങ്ങനെയൊരു മാറ്റമാവാം. നമുക്ക് ശബ്ദ വിസ്ഫോടനത്തിൽ നിന്ന്, ഉഗ്രസ്ഫോടനത്തിൽ നിന്ന് നമുക്ക് വർണ്ണാഭമായ കാഴ്ചയിലേക്ക് പോകാം അല്ലേ? പൂരത്തിലേക്ക് മാറണം. ഇപ്പൊ പാവർട്ടി പള്ളി പെരുന്നാളിൽ തന്നെ അവര് കണ്ടമാനം അത് കളർഫുൾ ആക്കി മാറ്റി കഴിഞ്ഞു ഓൾറെഡി. അവിടെ ഗംഭീരമായി വെടിക്കെട്ടല്ല. പക്ഷെ തൃശ്ശൂർ മാത്രം മുഴുവനായിട്ട് മാറിയിട്ടില്ല. അതെന്തായാലും അടുത്ത ഒരു വർഷങ്ങൾ അതൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഒരു രസതന്ത്രം അധ്യാപകനായിട്ടുള്ള ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. കണ്ടാമിനേറ്റ് ഇങ്ങനെ ചെയ്യുന്നത് യാതൊരു സംശയമില്ല. പക്ഷെ കളർഫുള്ളായി എല്ലാവരും എൻജോയ് ചെയ്യട്ടെ ഈ പൂരം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ വേളയിൽ അവര് മരിച്ചുപോയ ആത്മാക്കൾക്കുള്ള ഒരു അനുശോചനം കൂടി എന്നുള്ള നിലയ്ക്ക് ഞാൻ നേരിടും. അഡ്വക്കേറ്റ് കെ പ്രമോദ്, 2 മിനിറ്റ് മാത്രമേ വക്കീലെ ശേഷിക്കുന്നുള്ളൂ, പെട്ടെന്ന് പറഞ്ഞു. 2 മിനിറ്റില് 2 കാര്യം മാത്രം. ഡോക്ടർ പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ ചെറുതായിട്ടൊന്ന് തെറ്റി പറയണു. വടൂക്കരയാണ് വീട്, ഞാനും ആ പ്രദേശത്തുകാരനാ. ഈ ബിൽഡിങ്ങുകളൊക്കെ വന്നപ്പോഴാണ് ഇതിന്റെ ഇമ്പാക്ട് നമ്മുടെ അവിടേക്ക് കുറഞ്ഞത് ഡോക്ടറെ. അതായത് ഫ്ലാറ്റുകൾ കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞു ഈ തൃശ്ശൂർ റൗണ്ട്. ഇപ്പൊ ഏറ്റവും അപകടം നമുക്കല്ല, ഇതിൽ എന്തെങ്കിലും ഒരു അപകടം വന്നാൽ ആ ഫ്ലാറ്റുകളിലുള്ളവരാണ് അനുഭവിക്കുക. ആ പഴയ കാലത്ത് പാടങ്ങളായിരുന്നു നമ്മുടെ ഇടയില്, പറമ്പും നമ്മൾ തമ്മിൽ വളരെ കുറവാണ്. ഇനി ഇതിലൊരു കാര്യം, അനിൽ നമ്പ്യാരോടുള്ള റിക്വസ്റ്റ് ബാക്കി എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇത് ടേക്കപ്പ് ചെയ്ത് ഇതിന്റെ നടപടിക്രമങ്ങള് മര്യാദയ്ക്ക് പോവാത്ത പക്ഷം ഞാൻ എല്ലാവരോടും, എനിക്ക് പ്രമോദേട്ടനൊക്കെ പങ്കെടുത്തപ്പോൾ സന്തോഷം തോന്നി. കാരണം എന്താ വെച്ചാൽ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവർ അതൊരു കോമൺ കോസിന് വേണ്ടിയാ, അല്ലാതെ ഇതിനെതിരല്ല. ഇതിനെ കൺട്രോൾ ചെയ്യണം പ്രോപ്പറായിട്ട്. അതുപോലെ തന്നെ അനിൽ നമ്പ്യാർ ഇതിന്റെ ഉദ്യോഗസ്ഥ കേന്ദ്രം, ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഇതുണ്ട് ഇതിന്. കാരണം കോടതി പറഞ്ഞിരിക്കുന്നത് ആസ് പെർ റൂൾ അനുവാദം കൊടുക്കാനാണ്. അത് തെറ്റിക്കുന്ന ഈ ഉദ്യോഗസ്ഥരെ കൂടി എന്തെങ്കിലും ഒരു ഡിബേറ്റിൽ കൊണ്ടിരുത്തിയാൽ
Okay. നമുക്ക് ചോദിച്ച് അവരോടും കൂടി എക്സ്പോസ് ചെയ്യാൻ പറ്റും. ഈ കലക്ടർ, SP, RDO ഈ 3 പേരോടും ദയവ് ചെയ്ത് നിങ്ങൾ തന്നെ ഇതിനെ കുറിച്ചൊന്ന് ചോദിക്കണം. കാരണം അവരെല്ലാം അറിയുന്നവരാ, അവരാണ് ഈ നാടിന്റെ പ്രൊട്ടക്ഷൻ ഉള്ളവര്. അവര് പറയട്ടെ അവരിതിനെതിരെ കേസ് എടുക്കോ ഇല്ലേന്ന്. കാരണം തീർച്ചയായും ഞാൻ പറയുന്നു നമ്പ്യാരെ, ഒരു കേസും എടുക്കില്ല. കാരണം ദേവസ്വം ബോർഡിന്റെ 2 ആളുകള് 2 മെയിൻ പാർട്ടികളുടെയും ഭാരവാഹികളാണ്. DCC സെക്രട്ടറിയും ഒരാള് അതിലെ എക്സിക്യൂട്ടീവ് മെമ്പറോ എന്താ ജില്ലാ അങ്ങനെയൊക്കെയുള്ളവരാ. അപ്പൊ അത് നിർത്താൻ നമ്പ്യാർ ഒരു ഹെൽപ്പ് എടുക്കണം. അതുപോലെ മരിച്ചവരുടെ എല്ലാ കുടുംബത്തോടൊപ്പം നമ്മൾ നിൽക്കുന്നു, അവരുടെ ദുഃഖത്തിലും പങ്കുചേരും. ഓക്കെ, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം വളരെ ആധികാരികമായിട്ടാണ് ഈ പാനലിസ്റ്റുകൾ എല്ലാവരും സംസാരിച്ചത്. ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ സംവാദത്തിൽ ഉന്നയിക്കപ്പെട്ടു. ഇപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ആസ് പെർ റൂൾ വെടിക്കെട്ട് നടക്കട്ടെ എന്നുള്ളതാണ്. ആ ആസ് പെർ റൂൾ അനുസരിച്ചാണോ ഇവിടെ വെടിക്കെട്ട് നടത്തുന്നത് എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. അത് പരിശോധിക്കേണ്ടവർ ഇങ്ങനെ നിസ്സംഗരായി നിൽക്കാൻ പാടില്ല. കൃത്യമായിട്ടുള്ള പരിശോധന ഇവിടെ നടന്നിട്ടില്ല എന്നാണ് പ്രാഥമികമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഡോക്ടർ TP സെൻകുമാർ പറഞ്ഞതുപോലെ നമുക്ക് ശബ്ദ വിസ്ഫോടനങ്ങൾ അല്ല വേണ്ടത്, ഉഗ്രസ്ഫോടനങ്ങളല്ല വേണ്ടത്, മറിച്ച് നമുക്ക് വർണ്ണാഭമായിട്ടുള്ള കാഴ്ചകളാണ് വേണ്ടത്. അങ്ങനെ പൂരം കൂടുതൽ വർണ്ണാഭമാകട്ടെ, അങ്ങനെ നമുക്ക് ആശംസിക്കാം. ഇതൊരു തുടക്കമാകട്ടെ. കാരണം ഇങ്ങനെ ജീവൻ കവർന്നെടുക്കുന്ന ഈ വെടിക്കെട്ടുകൾ വേണോ എന്നുള്ള ഒരു സംവാദത്തിന് തുടക്കം കുറിക്കട്ടെ. ഈ ഇത്രയും ജീവനുകൾ, അതായത് 13 പേരുടെ ജീവനുകളാണ് ഇപ്പോൾ ബലി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദുരന്തത്തിൽ നിന്നും നമ്മളൊരു പാഠം പഠിക്കേണ്ടേ, അതിനുള്ള ചർച്ച തുടങ്ങട്ടെ. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർ.